ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മലകളുടെ നടുവിലും അതുപോലെ കാടിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നിൽക്കുന്ന മാമലക്കണ്ടം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ കുറേ നല്ല നല്ല കാഴ്ചകളാണ്. ഇതിനു മുമ്പ് നമ്മൾ മാമലക്കണ്ടത്ത് പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ അന്ന് കാണാൻ പറ്റാതിരുന്ന കുറേ വിഷ്വൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് അടിപൊളി പ്ലേസസ് ഉണ്ട്. അപ്പോൾ ആ പ്ലേസസിലെല്ലാം കവർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ കവർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് ഏകദേശം ഒരു മണിക്കൂറോളം നീളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് 2 പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരെ മാമലക്കണ്ടത്ത് പോയി അവിടുത്തെ കുറേ അടിപൊളി കാഴ്ചകളെല്ലാം കണ്ട് ഒരു ചെറിയ ഓഫ് റോഡിൻ്റെയും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ പോയി സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു പ്ലേസസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം കണ്ടതിന് ശേഷം തട്ടേക്കാട് തിരിച്ചു വന്ന് അവിടുത്തെ 7th ഹെവൻ എന്ന് പറയുന്ന കാടിന് നടുക്ക് ഒരു ലേക്കിന് സൈഡിലായിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ നമുക്ക് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ടാണ് പ്ലാൻ. നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റിലേക്ക് ആ തിരിയുന്ന ആ ഒരു വഴിയുടെ തൊട്ട് മുമ്പുള്ള ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. സാധാരണ വേനൽക്കാലത്താണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ മഴ തുടങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിവിടെ വെള്ളമെല്ലാം കാണാനും പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ലേക്കിലെ അല്ലെങ്കിൽ പോകുന്ന വഴിക്കുള്ള എല്ലാ ലേക്കിലെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ തെളിഞ്ഞ ഒരു വെള്ളമായിരിക്കും. സാധാരണ നല്ല മഴയുള്ള ടൈമിൽ മഴവെള്ളം കുത്തിയൊലിച്ച് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കലങ്ങിയായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കാണുക. പക്ഷേ ഈ മാമലക്കണ്ടത്ത് നമ്മൾ മിക്കപ്പോഴും പോകുമ്പോൾ, അതായത് നല്ല മഴയുള്ള ടൈമിൽ പോകുമ്പോൾ പോലും അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ് എല്ലാ അരുവികളിലും നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മാമലക്കണ്ടത്തേക്ക് തിരിയാൻ പോവുകയാണ്. ഈ കാണുന്ന വഴി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ മാമലക്കണ്ടം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് കയറുന്ന ഈ ഒരു വഴി കംപ്ലീറ്റ് ആയിട്ട് കാടിൻ്റെ ഒരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണ്. കാടിൻ്റെ ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആണെന്നല്ല, ശരിക്കും ഒരു കാട് തന്നെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ആദ്യത്തെ ഒരു ചെറിയ പാലമാണ്. ഇതുപോലുള്ള കുറച്ച് പാലങ്ങളെല്ലാം കടന്നു വേണം നമുക്ക് മാമലക്കണ്ടത്തേക്ക് എത്താൻ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് അരുവികളെല്ലാം കാണാൻ പറ്റുമെങ്കിലും ഇവിടെ ഒന്നും പരമാവധി ഇറങ്ങി കുളിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കാടായതുകൊണ്ട് തന്നെ അത്ര സേഫ് ആയിട്ടുള്ളൊരു ഏരിയ ഒന്നുമല്ല. ഇനി നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സേഫായിട്ട് തന്നെ കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ അവിടെ ചെന്നൊരു ചെറിയ കുളിയെല്ലാം കുളിച്ചിട്ടാണ് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ മാമലക്കണ്ടത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇനി വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. ഓപ്പോസിറ്റ് വണ്ടി വരികയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കി കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഓപ്പോസിറ്റ് വണ്ടി വന്നു. മുൻപൊക്കെ നമ്മൾ ഈ ഒരു വഴി പോകുമ്പോൾ കാറിനോ ബൈക്കിനോ ബസ്സിനോ എങ്ങനെ പോയാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു വഴിയിൽ അധികം വാഹനങ്ങളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് വീഡിയോകളിലൂടെ എല്ലാം ഈ ഒരു സ്ഥലം കുറച്ചൊന്ന് പോപ്പുലർ ആയതിനു ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളുടെ ക്രൗഡ് ഇവിടെ കാണാൻ പറ്റും. ഈ വരുന്നതെല്ലാം ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ, മാമലക്കണ്ടത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ചെറിയ വണ്ടികളിൽ തന്നെ വരുന്നതായിരിക്കും നല്ലത്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ഒരു സ്ഥലം കാണാനായിട്ട് വരുന്ന ആളുകളെല്ലാം തന്നെ അത്യാവശ്യം വലിയ കാറുകളിലും മിനി ബസ്സിലും ട്രാവലറിലും അങ്ങനെയുള്ള വലിയ വാഹനങ്ങളിലൊക്കെ തന്നെയാണ് ഈ ഒരു റൂട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം ബ്ലോക്ക് ആവാറുണ്ട്. നമ്മൾ ശരിക്കും ഒരു ദിവസമൊക്കെ പോയി കഴിഞ്ഞ് ബ്ലോക്ക് ആവുന്ന പോലെയല്ല, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. നമ്മളീ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ റോഡിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടെല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല, അത്യാവശ്യം മഴയെല്ലാം ഉള്ള ഒരു ടൈം ആയതുകൊണ്ടാണ്. ഈ മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് മൺസൂൺ സീസൺ തന്നെയാണ്. കാരണം നമ്മളീ പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചപ്പും ഹരിതാഭയെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ യാത്രയിൽ കാണുന്ന പല വെള്ളച്ചാട്ടങ്ങളും അല്ലെങ്കിൽ അരുവികളൊന്നും വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിക്കുള്ള നെക്സ്റ്റ് ഒരു പാലത്തിലേക്ക് എത്തി. നമ്മുടെ ആദ്യത്തെ മാമലക്കണ്ടം വീഡിയോയിൽ ഈ കാണുന്ന പാലവും മാമലക്കണ്ടം സ്കൂളും അല്ലായിരുന്നു ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബസ് മാത്രം പോകാനായിട്ടുള്ളൊരു സ്പേസ് മാത്രമാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് പൊളിച്ച് അത്യാവശ്യം വീതിയുള്ള രീതിയിൽ പണിതുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ പാലത്തിൻ്റെ നേരെ താഴത്തായിട്ട് തന്നെ ഒരുപാട് ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് കാണാൻ പറ്റി. നമ്മൾ ഇന്നിവിടെ വന്ന ദിവസം മാത്രമല്ല, മിക്ക ദിവസങ്ങളിലും ഈ കാണുന്ന ചിത്രശലഭങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലം പണിത് തുടങ്ങിയ ടൈമിൽ ഇതിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വൈബായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കാണുന്ന ചെറിയ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളം ഈ കാണുന്ന രീതിയിൽ തന്നെ താഴെ കൂടി ഒഴുകി പോകുന്നുണ്ടാവും. അന്നത്തെ ടൈമിൽ ഈ ഒരു റിവറിലൂടെ നമ്മൾ വണ്ടി ക്രോസ് ചെയ്ത് ഇക്കരെ വന്നാൽ മാത്രമാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ മാമലക്കണ്ടത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു നല്ല റിവർ ക്രോസിംഗ് ആണ് ഈ ഒരു ബ്രിഡ്ജ് വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മഴക്കാലത്താണ് നമ്മൾ ഈ ഒരു റൂട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളെല്ലാം കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെരിവായിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ മാമലക്കണ്ടം കാണാനായിട്ട് വരുന്ന ആളുകൾ, കൂടുതൽ ആളുകളും ഇറങ്ങി നിന്ന് ഒരു വ്യൂ എല്ലാം ആസ്വദിക്കുന്ന ഒരു പ്ലേസ് ആണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു ഏരിയ. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വണ്ടിയെല്ലാം നിർത്തി നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ ആയിട്ടാണെങ്കിലും സ്പേസ് ഉണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് വണ്ടി വന്നാലും അത്യാവശ്യം ഒതുക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ തന്നെ ചെറിയൊരു ഏറുമാടം നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മളത് കാണിച്ചിട്ടുള്ളതുകൊണ്ടും ഇവിടെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നുകൊണ്ടും അതിൻ്റെ കാഴ്ചകളൊന്നും കാണാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇതിന് മുമ്പത്തെ നമ്മുടെ മാമലക്കണ്ടം വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളിപ്പോൾ ഈ പോകുന്ന ഒരു ഭാഗത്ത് ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് അത്യാവശ്യം ആനകളെല്ലാം കാണാനായിട്ട് ചാൻസ് കൂടുതലുള്ളൊരു ഏരിയയാണ്. കാരണം ഒരുപാട് ഈറ്റയും ആനകൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആനകൾ മിക്കപ്പോഴും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ അവിടെ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന കാരണം ഒതുക്കിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നേരെ മാമലക്കണ്ടം ക്രോസ് ചെയ്ത് നേര്യമംഗലം ആ ഒരു റൂട്ടിലേക്ക് പോകുന്ന വരെയുള്ളൊരു റോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രയും ചെറിയ റോഡുകൾ തന്നെയാണ്. അപ്പോൾ വലിയ വണ്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി വീക്കെൻഡ്സിൽ സൺഡേ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ തിരക്കും കാണും. പരമാവധി ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ തന്നെ വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കാട്ടിലൂടെ എല്ലാം ട്രാവൽ ചെയ്ത് നമ്മൾ മാമലക്കണ്ടത്തിൻ്റെ അടുത്ത് എത്താറായപ്പോഴേക്കും ഒരു സഫാരി പോയിന്റ് കണ്ടു. ഇതുപോലെ തന്നെ ഒരുപാട് സഫാരി പോയിന്റുകൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതേപോലുള്ള സഫാരി പോയിന്റിൽ നമുക്ക് 2-3 സ്ഥലത്തേക്ക് മെയിനായിട്ട് ഇവർ സഫാരി കൊണ്ടുപോകുന്നുണ്ട്. കൊയിനിപ്പാറ, മുനിപ്പാറ, പിന്നെ മാമലക്കണ്ടം സ്കൂള്, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണുന്ന ഒരു ചെറിയൊരു വാട്ടർഫോളെന്നോ അരുവിയോ എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നല്ല രീതിയിൽ മഴയുള്ള ടൈമിലൊക്കെ അത്യാവശ്യം നല്ല ഫോഴ്സിലായിരിക്കും വെള്ളം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ല സേഫായിട്ട് തന്നെ കുളിച്ചിട്ട് പോകാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഈ കാണുന്നത് ചെറിയൊരു ചെക്ക് ഡാം പോലെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ സേഫായിട്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കുളിക്കാൻ പറ്റും.
ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു റിവർ ക്രോസ് ചെയ്തിട്ടാണ് മുനിപ്പാറ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ജീപ്പുകൾ പോകുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ജീപ്പ് വരുന്നത് ശരിക്കും മുനിപ്പാറയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ്. അവർ മുനിപ്പാറയിലേക്കുള്ള സഫാരി എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് ഈ കാണുന്ന ഒരു റിവറിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് പോവാറ്. ചില ആളുകൾ ഇവിടെ ഇറങ്ങി കുളിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു പോവുക. അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു പാറ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൂടി ഇറങ്ങി വരുമ്പോൾ ഈ ഹൈറ്റെല്ലാം പേടിയുള്ള ആളുകൾക്ക് ചെറുതായിട്ടൊരു പേടിയെല്ലാം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മാമലക്കണ്ടം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള 1-2 കാര്യങ്ങളിലൊന്നാണ് ഈ കാണുന്ന ജീപ്പ് സഫാരി. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ജീപ്പ് കയറി പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മുനിപ്പാറയിലേക്കാണ്. ഇതിനു മുമ്പ് നമ്മൾ ബൈക്കിന് വന്ന ടൈമിൽ ഈ മാമലക്കണ്ടത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ മുനിപ്പാറയുടെ താഴെ തന്നെ ബൈക്കെല്ലാം വെച്ചിട്ട് നടന്നാണ് പോയിരുന്നത്. അതല്ലാതെ പിന്നെ ഇൻസ്റ്റയിൽ ഒരു റീലും കിടക്കുന്നുണ്ട്, നമ്മൾ മുനിപ്പാറയുടെ ടോപ്പിലേക്ക് ബൈക്ക് ഓടിച്ചിട്ട് പോകുന്നൊരു വീഡിയോ. അപ്പോൾ ഇനി മുനിപ്പാറയുടെ ടോപ്പിലേക്ക് നിങ്ങൾക്ക് സ്വന്തം ബൈക്കിലെല്ലാം പോകണം എന്ന് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു വഴി നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ കാണുന്ന ഒരു ഏരിയ ആർക്കെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? നമ്മൾ എല്ലാ തവണയും മാമലക്കണ്ടം വരുമ്പോൾ ഇവിടെ വന്നൊന്ന് കവർ ചെയ്തിട്ടാണ് പോകാറുള്ളത്. ശരിക്കും ഈ കാണുന്ന ഒരു ടെമ്പിൾ നിൽക്കുന്നത് ഈ ലേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ചെക്ക് ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഈ ചെക്ക് ഡാമിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള വഴിയിലൂടെയാണ്, അതായത് ആ അരുവി ക്രോസ് ചെയ്തിട്ടാണ് മുനിപ്പാറയിലേക്ക് ഇവിടെ നിന്ന് ജീപ്പ് സഫാരി പോകുന്നത്. പക്ഷേ നമ്മൾ ബൈക്കിന് പോയപ്പോൾ ജീപ്പ് സഫാരി പോകുന്ന ഈ ഒരു വഴിയിലൂടെ അല്ല നമ്മൾ പോയത്, അത് വേറൊരു റൂട്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയെല്ലാം ഉള്ളൊരു വഴിയായിരുന്നു. നമ്മൾ ബൈക്കിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു ബെസ്റ്റ് റൂട്ട് എന്ന് പറയുന്നതും അത് തന്നെയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പിള്ളേരായിട്ട് ചുമ്മാ ഒന്ന് കുളിക്കാൻ ഇറങ്ങി. അപ്പോൾ ചെറിയൊരു മഴയത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു അടിപൊളി കുളിയെല്ലാം കുളിച്ചതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള മാമലക്കണ്ടം സ്കൂളിലേക്കാണ്.
അപ്പോൾ ഈ കാണുന്ന എളമ്പളാശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ മാമലക്കണ്ടം സ്കൂളിലേക്ക് പോകുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിലും മാമലക്കണ്ടം സ്കൂൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിനടുത്ത് തന്നെ നമ്മൾ പോകാതിരുന്നൊരു സ്ഥലത്തേക്ക് ഇത്തവണ പോകുന്നുണ്ട്. സാധാരണ മാമലക്കണ്ടം സ്കൂളിൽ അത്യാവശ്യം തിരക്കൊന്നുമില്ലാണ്ടാണ് കാണാറുള്ളെങ്കിലും ഇത്തവണ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡഡ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഒരുപാട് കടകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ വരുമ്പോൾ ഇത്രയും കടകളൊന്നും ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കടകളും ജീപ്പ് സഫാരി പോയിൻറ്റ്സും അങ്ങനെ ഐസ്ക്രീമും ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ വന്നാണല്ലോ ഓരോ സ്ഥലവും ഡെവലപ്പ് ആവുന്നത്. ഈ ഒരു വിഷ്വൽ നോക്കി, ഈ കാണുന്ന രണ്ട് മലയുടെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലായിട്ടാണ് നമ്മുടെ മാമലക്കണ്ടം സ്കൂൾ ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തിരിക്കുന്ന രണ്ട് സ്കൂളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊന്ന് നമ്മുടെ മാമലക്കണ്ടം സ്കൂളും രണ്ട് നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ടിലുള്ള ഒരു സ്കൂളുമാണ്. ഈ മാമലക്കണ്ടം സ്കൂളിൻ്റെ ഭംഗി ശരിക്കും ആ ഒരു ഏരിയൽ ഷോട്ടിലാണ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുക. നമ്മൾ ഈ കാണുന്ന ഒരു ചെറിയ വാട്ടർഫോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മാമലക്കണ്ടം സ്കൂളിൻ്റെ നേരെ പുറകിലായിട്ട് കാണുന്ന ഒരു വാട്ടർഫോൾ. മാമലക്കണ്ടം സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് നോക്കുമ്പോൾ ആ ആർച്ചിൻ്റെ സൈഡിലൂടെ നമുക്ക് ഈ ഒരു വാട്ടർഫോൾ കാണുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ഒരു വാട്ടർഫോൾ നേരെ പുറകിലുള്ളൊരു മലയിലായതുകൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. മെയിനായിട്ട് മഴ സീസണിലാണ് ഈ വാട്ടർഫോൾ ആക്റ്റീവ് ആവുന്നത്. നമ്മൾ ഈ പോകുന്നൊരു വഴി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് അറിയോ? നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു വാട്ടർഫോളിൻ്റെ നേരെ താഴെ ഭാഗത്തേക്ക് പോകാനായിട്ടുള്ളൊരു റൂട്ടാണ്. ഈ ഒരു വഴി അധികം ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആരും അധികം പോവാറുമില്ല. നമ്മളിപ്പോൾ ഇതുവരെ കവർ ചെയ്യാത്ത സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് ഇത്തവണ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊന്ന് പോയി നോക്കാമെന്ന് വെച്ചത്. ചെറിയ രീതിയിൽ ഓഫ് റോഡ് ആയിട്ടുള്ളൊരു വഴി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം റോഡ് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വഴിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്താൽ മതി. എന്താ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ മുകളിലേക്ക് നടന്നു പോകേണ്ടത്. ശരിക്കും നമ്മുടെ വണ്ടി പോകാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം റിസ്ക്കി ആയിട്ട് ചെറിയൊരു ഓഫ് റോഡ് കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട്. പരമാവധി ഇവിടെ വണ്ടി താഴെ തന്നെ നിർത്തിയതിന് ശേഷം മുകളിലേക്ക് നടന്നു പോകുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. ഈ ആളുകൾ നടന്നു വരുന്ന ഈ ഒരു വഴി കണ്ടില്ലേ, അതുവഴിയാണ് ശരിക്കും ആ വാട്ടർഫോളിൻ്റെ താഴേക്ക് പോകേണ്ടത്. പക്ഷേ ഇത് ഫോറസ്റ്റ് ഏരിയ ആണോ അല്ലയോ എന്നുള്ളതൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പരമാവധി പോകാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ മാമലക്കണ്ടത്ത് വരുമ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനും അതുപോലെ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വാട്ടർഫോൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ വാട്ടർഫോളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും നല്ല രീതിയിലൊരു മഴ കിട്ടി. നമ്മൾ ആദ്യത്തെ തവണ മാമലക്കണ്ടം വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് താഴെ ഇറങ്ങി നിന്ന് ഇവിടുത്തെ അരുവിയുടെ എല്ലാം വിഷ്വൽസ് നല്ല ഭംഗിയായിട്ട് തന്നെ പകർത്താൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന പാലത്തിൽ നിന്ന് ഒരുപാട് നല്ല ഫോട്ടോസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം മഴയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ.
നമ്മൾ പലതവണ മാമലക്കണ്ടം പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ പോകാത്ത ഒരു സീക്രട്ട് വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആനയുടെ പ്രസൻസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഒരു വഴി പോകാൻ. അപ്പോൾ ഈ ഒരു വഴി ഏതാണെന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ കാണുന്ന ഒരു പ്ലേസ് മനസ്സിലായോ? തട്ടേക്കാടേക്ക് പോകുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വലിയ പറമ്പാണ്. എപ്പോഴൊക്കെ തട്ടേക്കാട് പോയിട്ടുണ്ടോ ആ ടൈമിലെല്ലാം ഇവിടെ വണ്ടി നിർത്തി എന്തെങ്കിലും അനിമൽസ് എല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമാണ് മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി ഈ കാണുന്ന ചെറിയ കാടിനകത്തൂടെ ഒരുപാട് അകത്തേക്ക് നമുക്ക് പോകാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി, അതായത് 7th ഹെവൻ എന്ന് പറയുന്ന നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് വരുന്നത് ഈ കാടിനകത്തായിട്ടാണ്. നല്ല രീതിയിൽ തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിനകത്തൂടെ കുറച്ചധികം ദൂരെ അകത്തായിട്ടാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കേഴമാനെ കാണാൻ പറ്റി. ഈ കേഴമാനല്ലാതെ തന്നെ അത്യാവശ്യം വൈൽഡ് അനിമൽസിനെല്ലാം കാണാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ കാടിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ കാടിൻ്റെ ഒത്ത നടുക്കായിട്ട് തന്നെ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന 7th ഹെവൻ എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട് വരുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാടിനകത്തായതുകൊണ്ട് തന്നെ ഇതൊരു സ്വർഗം തന്നെയാണ്. പുറത്തുനിന്ന് ആരുടെയും ശല്യമില്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഹെറിറ്റേജ് ടൈപ്പ് പ്രോപ്പർട്ടിയാണ് ഈ 7th ഹെവൻ എന്ന് പറയുന്ന റിസോർട്ട്. കാടിനകത്താണെങ്കിൽ പോലും അത്യാവശ്യം മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം കിട്ടുന്നൊരു ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഒരു സൈഡിൽ ലേക്കും മറ്റേ സൈഡിൽ കാടുമായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലേക്കിൽ കാടിൻ്റെ സൈഡിലൂടെ എല്ലാം നമുക്ക് നല്ലൊരു കയാക്കിംഗ് എല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ കാടിന് നടുക്ക് ഈ 7th ഹെവൻ എന്ന് പറയുന്ന റിസോർട്ടിൽ ആരെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ഹെറിറ്റേജിൻ്റെ പാറ്റേണിലാണ് ഇവിടുത്തെ റൂംസും അതുപോലെ ബിൽഡിങ്സ് എല്ലാം വരുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്കുള്ള വെൽക്കം ഡ്രിങ്കും അതുപോലെ ചെറിയ സ്നാക്സും എല്ലാം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഇല്ലം മോഡലിലുള്ള ഈ ഒരു വുഡൻ ഹെറിറ്റേജിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഴയ രീതിയിൽ വുഡൻ ഹെറിറ്റേജിൻ്റെ ഒരു മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിലും ഇവിടുത്തെ റൂംസ് എല്ലാം വളരെ ഹൈജീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരുടെയും ശല്യം ഇല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ കാണുന്ന റിസോർട്ട്. അതുപോലെ തന്നെ കപ്പിൾസായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. നമ്മുടെ റൂംസിൻ്റെ സൈഡിലായിട്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൂളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കുളിക്കാനായിട്ടുള്ള ഏരിയ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് സേഫായിട്ട് നിന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് കുളിക്കാൻ പറ്റും. ഇനി ഇതൊരു ഇൻഫിനിറ്റി ടൈപ്പ് പൂൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച കാടിൻ്റെയാണ്. ഈ റിസോർട്ടിൻ്റെ ഒരു സൈഡിൽ കാടായതുകൊണ്ട് തന്നെ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫെൻസിങ് ലൈനെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റൂമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരുവിധം വലിയ റൂമും വുഡൻ ഫിനിഷിലുള്ള ഇൻറ്റീരിയേഴ്സുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഈ കാടിനകത്ത് ഇന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ മാമലക്കണ്ടത്തിനും തട്ടേക്കാടിനും അടുത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും പോയി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.